ഞാനിവിടുത്തെ മാനേജർ. അയാളിവിടെ ക്ലീൻ ചെയ്ത് നടക്കണ ആളല്ലേ, അയാളെ നമ്മ എന്തിനു ബഹുമാനിക്കണം? പോയി എന്താ നിസാർക്ക? നിസാർക്കാന്ന ഈ നിമിഷം മുതൽ താൻ എന്നെ സാറേ വിളിച്ചാൽ മതി. ഗുഡ് മോർണിംഗ് സാർ. സാറേ ഹാപ്പി ബർത്ത്ഡേ സാർ. എന്താടോ സാറിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് സാർ. ഈ സോപ്പും പറ്റിയ പോയടോ ഒന്ന്. അതല്ലേ റോളേഴ്സിന്റെ വിജയം. റോളേഴ്സിൽ വരുന്ന ഒരാളും ഹാപ്പി ആവാണ്ട് ഇവിടുന്ന് പോയിട്ടില്ല. ഓക്കെ വിളിക്കാം. ഓക്കെ നിസാർക്ക, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അതിന് ഞാൻ എന്ത് വേണം? ഇല്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒറിജിനൽ ആഗ്രാപ്പേട നിസാർക്കും ഫാമിലിക്കും തരാൻ വേണ്ടിയിട്ട് ഞാൻ വരക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വന്നാണ്. തനി സാധനം ഇവിടെ നിർത്തുകൊണ്ട് പോയി. എന്താ നിസാർക്ക? നിസാർക്കാന്ന ഈ നിമിഷം മുതൽ താൻ എന്നെ സാറേ വിളിച്ചാൽ മതി. എന്താ നിസാർക്ക ഇത്? 5-8 മാസമായിട്ട് ഞാൻ നിസാർക്കാന്നല്ലേ വിളിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ സാറേന്ന് വിളിക്കണമെന്ന് പറയാൻ എന്റെ എന്താ തെറ്റ് സംഭവിച്ചത്? ഇത് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ തനിക്ക് എന്താണ് സംഭവിക്കാൻ? അയ്യോ, ഞാൻ വളരെ ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ട് വന്നതല്ലേ, എനിക്ക് ഭയങ്കര വിഷമാവും. എനിക്ക് വിഷമാവും അല്ലേ? ആ പുറത്തേക്കിടെ ബാലേട്ടന് വിഷമായിട്ടുണ്ടാവില്ലേ? ഞാൻ ഈ CCTV നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ പുറകെ വന്നില്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്? താൻ മൈൻഡ് ചെയ്താ? അതുകൂടാണ്ട് അയാളെന്തോ ഗിഫ്റ്റും കൊണ്ടുവന്നു. അത് താൻ എന്താ പറഞ്ഞ സോപ്പും പെട്ടിയാണെന്നാ അയാളെ കളിയാക്കി വിട്ടില്ലേ? നിസാർക്ക, ഞാനിവിടുത്തെ മാനേജർ. അയാളിവിടെ ക്ലീൻ ചെയ്ത് നടക്കണ ആളല്ലേ, അയാളെ നമ്മ എന്തിനു ബഹുമാനിക്കണം? തനിക്കാ വേർതിരിവുണ്ടല്ലേ, പക്ഷെ എനിക്കാ വേർതിരിവില്ല. ഞാൻ കാണുന്നത് മാനേജർ മുതൽ തൂപ്പേരി വരെ ഇവിടെ ഒരു കുടുംബമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഈ സ്ഥാപനത്തിന്റെ വിജയം. ഞാൻ ഈ സാധനം സ്വീകരിക്കണമെങ്കിലേ അപ്പുറം ബാലേട്ടനുണ്ട്. ബാലേട്ടനോട് പോയി സോറി പറഞ്ഞിട്ടു. എനിക്കറിയാടോ, ബാലേട്ടനും മക്കളും കൂടി ഒരു യാത്ര പോയ സമയത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതില് ബാലേട്ടന്റെ മക്കളും ഭാര്യയും മരിച്ചുപോയി. അതിനുശേഷം ഒറ്റപ്പെട്ട് ജീവിക്കണ ബാലേട്ടനെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്ന് ഒരു ജോലി കൊടുത്തത്. ആളെ ഞാനിവിടെ കാണുന്നത് എൻ്റെ ഒരു ജ്യേഷ്ഠനായിട്ടാണ്, അല്ലാണ്ട് ഒരു പണിക്കാരനായിട്ടല്ല. ചെല്ലടോ. ശരി സാർ. ബാലേട്ടാ, സാറേന്ന് വിളിക്കണ്ട, ഇനി എന്നെ മോനേന്ന് വിളിച്ചാൽ മതി. നിസാർക്ക പറഞ്ഞപ്പോഴാണ് ഇത്ര വലിയ ദുഃഖമുള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞ റോളേഴ്സിൽ എൻ്റെ ആവശ്യമില്ല. എല്ലാ കാര്യം ചെയ്യാനായിട്ട് നല്ല പണിക്കാരൂടെ ഉണ്ട്. പിന്നെ എന്നെ അവനവിടെ നിർത്തിയിരിക്കണതാ. ഒരു പണിയെടുക്കാണ്ട് 1 രൂപ പോലും മേടിക്കുന്നത് എനിക്കിഷ്ടം. സത്യം പറഞ്ഞാൽ അവനെന്നെ സഹായിക്കുക, അതവനും അറിയാം. അവനെന്നെ വിടയില്ല, ഞാനിവിടെ നിന്ന് പോകില്ല. സോറി ബാലേട്ടാ, ആ ഗിഫ്റ്റ് എവിടെ? ഹാപ്പി ബർത്ത്ഡേ മോനെ. താങ്ക് യു വെരി മച്ച് ബാലേട്ടാ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണത്. ശരി ബാലേട്ടാ.